നവീൻ റിലാക്സ്. ഏയ് നവീൻ, എന്താ സിസ്റ്റർ? പെട്ടെന്ന് പാനിക് ആയി സർ. I don't sense anything, doctor. How can I ride my bike? ഓക്കെ ഓക്കെ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. റിലാക്സ്. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. സിസ്റ്റർ നീ ഹാമർ. നവീൻ, ആ പെട്ടെന്ന്. ഞാൻ അവിടെ ഉണ്ടല്ലോ. റിലാക്സ്. ഇതാ ഡോക്ടർ. There is no sensation in right lower limb. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? ഇല്ലില്ല. പോസ്റ്റ് ഓപ്പറേറ്ററിൽ ഇത്തരത്തിലുള്ള ഫോക്കൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് എക്സ്പെക്റ്റഡ് ആണ്. ഒരുപക്ഷെ ഇനീഷ്യൽ ഇമ്പാക്റ്റിനോടുണ്ടായ ബ്രെയിൻ അനുഭവം ഉണ്ടായിരിക്കാം. ആ നീരെന്ന് പറഞ്ഞാൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് നോക്കാടോ. നിങ്ങൾ പേടിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ലെന്നേ. നമുക്ക് നവീനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇന്ന് നവീന്റെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞേ. നമുക്ക് ആഘോഷിക്കണ്ടേ? വേറെന്തെങ്കിലും വേണോ ചേച്ചി? വേണ്ട, ബില്ലെടുത്തോളൂ. ഡോക്ടറെ കാണിച്ചായിരുന്നു കേട്ടോ. സിസ്റ്ററെ, ആ മായ, ഇതെന്താ ബർത്ത്ഡേ കേക്കാണോ? ആഹാ, കേക്ക് മുറിക്കുമ്പോ ഞങ്ങളെയും കൂടെ വിളിക്കണേ. പിന്നെന്താ, എല്ലാരും പോരെ. ഓക്കെ. അയ്യോ, ഞാനേ യൂറോ ബാഗ് എടുക്കാൻ മറന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം. മായ നടന്നു. ഓക്കെ. മായ, സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരാണ് ആദ്യം കണ്ടത്? മായ എന്ന പേരുള്ള പെൺകുട്ടിയാണ് ആദ്യം കണ്ടത്. പിന്നെ സിസ്റ്റർ ജ്യോതി ഉണ്ടായിരുന്നു കൂടെ. ആരാണ് ആക്സിഡന്റിന്റെ കാര്യം മണിയെ ഇൻഫോം ചെയ്തത്? എനിക്കറിയില്ല, ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. ഏതാള്? എനിക്കറിയില്ല മാഡം, കണ്ടിട്ടൊരു ഗൾഫ് നമ്പർ പോലെ തോന്നി. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ക്യാബ് കാത്തു നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നവീനെ ഫോൺ വിളിക്കുന്നത്. 4210. ഇന്റർനെറ്റ് കോളാണല്ലോ. സ്ട്രേഞ്ച്. മണി, ഓ സാർ. ഇത്തരം ആക്സിഡന്റ് കേസുകൾ വരുമ്പോൾ വേറെ ഏതെങ്കിലും ആശുപത്രിക്ക് കൊണ്ടുപോകാറുണ്ടോ? ഇല്ല സാറേ, മാക്സിമം ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരാറ്. കാരണം ഞാൻ ഇവരായിട്ടാണ് ഒരു ടൈപ്പ്. ഈ ആശുപത്രിക്കോ നിങ്ങൾക്കോ ശത്രുക്കൾ ആരെങ്കിലും? അറിയില്ല സാർ, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കും. സംസാരിക്കുന്നതിനിടെ ഫോൺ കട്ടായി. രാത്രി കൃത്യം 11:09. നവീന്റെ ബൈക്ക് ആക്സിഡന്റായി അയാളുടെ കോള് കട്ടാവുന്നതിന് ഏകദേശം 8 മിനിറ്റ് മുമ്പ്, അതായത് 11:01 ഈ അപകടത്തിന്റെ കാര്യം പറഞ്ഞ് മണിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. കാരണം ആ സ്പോട്ടിലേക്ക് മണി മാത്രമേ ആദ്യം എത്താവൂ. എന്നാൽ മാത്രമാണ് നവീൻ കൃത്യമായിട്ട് ഈ ആശുപത്രിയിൽ തന്നെ എത്തൂ. ദാറ്റ് മീൻസ് ഇവിടെ നിന്നേ നവീൻ മരിക്കാവൂ. Why this hospital? ഈ ഹോസ്പിറ്റൽ വളരെ വർഷം മുമ്പ് അച്ഛൻ തുടങ്ങിയതാണ്. ആ സമയത്ത് ഞാൻ ലണ്ടനിലായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമാകും. ആരും നോക്കാനില്ലാതെ ഈ ഹോസ്പിറ്റൽ പൂട്ടേണ്ട അവസ്ഥ വന്നപ്പം ഞാൻ ലണ്ടനിലെ ജോലി രാജിവെച്ച് ഇത് ഏറ്റെടുക്കുമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ റെനോവേഷൻ ചെയ്യുന്നത് ഡോക്ടർ അരുൺ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളൊന്ന് പച്ച പിടിച്ച് തുടങ്ങിയത് മാഡം. ഹോസ്പിറ്റലിൽ പലയിടത്തായിട്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. CCTVകളാണെങ്കിൽ വർക്ക് ചെയ്യുന്നുമില്ല. അവിടെ വളരെ പ്ലാൻഡ് ആയിട്ടൊരു മർഡർ നടക്കുന്നു. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ? ഞാൻ നവീന്റെ കേസ് ഷീറ്റ് കണ്ടിരുന്നു. നവീന്റെ വലത്തെ കാലിന് സെൻസേഷൻ ഇല്ല എന്നുള്ളത് അതിലുണ്ടായിരുന്നു. അപ്പോ നവീൻ ഇവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽസ് കില്ലർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൊലയാളി അത് നേരിട്ട് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സിസ്റ്ററെ, ഈ ഹോസ്പിറ്റലിലെ ഒരാളുടെ മെഡിക്കൽ ഫയല് ഹെഡ് നഴ്സിന്റെ ഉത്തരവാദിത്വത്തിലല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത്? അതെ. നവീന്റെ കേസ് ഫയല് ആരൊക്കെ കണ്ടിട്ടുണ്ടാവും? അല്ലെങ്കിൽ സിസ്റ്റർ ആരെയൊക്കെ കാണിച്ചു? സർ, ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല സർ. ഉറപ്പാണോ ടീന സിസ്റ്ററെ? ഉറപ്പാണ് സർ. ഫയലുകൾ എപ്പോഴും നഴ്സിംഗ് സ്റ്റേഷനിൽ തന്നെയാണ് വെക്കാറുള്ളത്.
നഴ്സിംഗ് സ്റ്റേഷനിൽ കയറി ആരും ഒന്നും എടുക്കില്ല സാർ, കാരണം അവിടെ എപ്പോഴും ആളുണ്ടാവും. നവീൻ മരിച്ചതുപോലുള്ള സമയങ്ങൾ ഒഴികെ എപ്പോഴും, അല്ലേ? എന്റെ പൊന്നു മോനെ. സോറി ഡോക്ടർ, യു നോ ദി പ്രോട്ടോകോൾ. ചോദിച്ചോളൂ. നവീന് ശത്രുക്കളാരെങ്കിലും? ഞങ്ങളുടെ അറിവിലില്ല. എന്നെയൊക്കെ കൂടുതൽ ഭാര്യയ്ക്ക് അവനോട് അടുപ്പം. ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറോട് ശത്രുത ആർക്കെങ്കിലും? എൻ്റെ മകനെ കൊല്ലാൻ മാത്രമുള്ള ശത്രുത ആർക്കും എന്നോടില്ല. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ. അങ്ങനൊരു വാചകം ഡോക്ടർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പരിചയം തോന്നുന്നുണ്ടോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മരിക്കുന്നത് കാണുന്നതിനേക്കാൾ വലിയ ട്രാജഡി ഇല്ല സാർ. ഇയാളുടെ വലത്തെ തുടയിൽ നിന്നുള്ള ബ്ലീഡിങ്ങിൽ നിന്നാണ് നവീൻ മരിച്ചിരിക്കുന്നത്. കൊലപാതകി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലേ സർ? യു റൈറ്റ്. കൊലയാളിക്ക് നല്ല മെഡിക്കൽ നോളജ് ഉണ്ട്. എസ്പെഷ്യലി ഹിസ് അനാറ്റമിക്കൽ നോളജ് ഇസ് ആക്യുറേറ്റ്. ബട്ട് ഇൻ മൈ റീഡിംഗ് അയാൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുറവാണ്. സർ, വാട്ട് യു മീൻ? സി, ഈ ഇൻസിഷൻ താഴേക്ക് പോകുന്തോറും സ്ലാൻഡിംഗ് ആണ്. സ്ലാൻഡിംഗ് അല്ലാത്തൊരു ഇൻസിഷൻ ഇടാൻ ഇറ്റ് നീഡ്സ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, വിച്ച് അപ്പാരന്റ്ലി ഹി ഡസന്റ് ഹാവ്. സാർ, അപ്പോൾ മർഡറിന് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ? ഇറ്റ്സ് എ നമ്പർ 11 സ്കാൽപ്പൽ, ബോത്ത് പോയിന്റിംഗ് ആൻഡ് പിയേഴ്സിംഗ്. നമ്മുടെ സർജൻസ് ആഴത്തിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്കാൽപ്പൽ. ഫോർമലിൻ ടാബ്ലറ്റ്, സ്കാൽപ്പൽ, ബർത്ത്ഡേ കാർഡ്, ആക്സിഡന്റ് ഉണ്ടാക്കൽ. കൈൻഡ് ഓഫ് സ്ട്രേഞ്ച്, അല്ലേ? ഹോസ്പിറ്റലിലെ CCTV എല്ലാം യൂസ്ലെസ് ആണ് സാർ. സർ, ഇത് തച്ചങ്കര പാലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിലെ വിഷ്വൽസ് ആണ്. പാലം കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ പമ്പ്. നവീൻ്റെ ഫോൺ ഓഫായ ടൈം ഓഫ് ആക്സിഡൻ്റ് ആയി കണക്കാക്കിയാൽ ഏകദേശം 12ഓളം വാഹനങ്ങളാണ് അതുവഴി കടന്നുപോയിട്ടുള്ളത്. സർ, നവീന്റെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി പ്രശ്നങ്ങളില്ലാതെ പോകാൻ മാത്രം വലുപ്പത്തിലുള്ള 8 വണ്ടികളുണ്ട് ഈ കൂട്ടത്തിൽ. ഈ ബൊലേറോയും ലോറിയും ഉൾപ്പെടെ. ട്രൈ ടു ലൊക്കേറ്റ് ഓൾ ഓഫ് ദം. നവീൻ്റെ പൊട്ടിയ മൊബൈലിലുള്ള ഡാറ്റ റിക്കവർ ചെയ്യണം. ഗെറ്റ് ഓൾ ദ നെസസറി ഹെൽപ്പ്. ഈ പാലത്തിൽ ആക്സിഡന്റ് നടന്നപ്പോൾ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നു? ഇവിടെ CCTV ഉണ്ടോ? ഈ CCTV ഒക്കെ വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ് സാർ. സർ, സർ, കൊല്ലപ്പെട്ട നവീൻ്റെ ഫോൺ റെക്കോർഡ്സ് ആൻഡ് കോൾ ലിസ്റ്റ് എല്ലാം നോക്കി. ആൾക്ക് ഇത്തിരി ഫ്ലേട്ടിംഗ് ഉണ്ടായിരുന്നു ഒഴിച്ചാൽ സംശയിക്കാനായിട്ടൊന്നുമില്ല. പറയത്തക്ക ശത്രുക്കൾ ആരുമില്ലാത്ത IT പ്രൊഫഷണൽ ഒരു ചെറുപ്പക്കാരൻ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. സ്ട്രേഞ്ച്.